മുൻവർഷത്തേക്കാൾ പോളിംഗ് കുറവാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് BJP. തുടർച്ചയായ അഴിമതി ആരോപണങ്ങളും ഭരണപരാജയവും തിരുവനന്തപുരത്തെ ജനങ്ങളെ മാറിച്ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തുടർച്ചയായി പുറത്തുവന്ന അഴിമതി കഥകളും കോർപ്പറേഷൻ ഭരണപരാജയവുമെല്ലാം തിരുവനന്തപുരത്തെ ജനങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും ഗൃഹസന്ദർശനങ്ങളിലും NDA സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വൻ സ്വീകരണവും പിന്തുണയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഭരണമാറ്റത്തിന് ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നതിനുള്ള സൂചനയായിട്ടാണ് വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്തിന്റെ നഗരവികസനത്തിന് കേന്ദ്ര പദ്ധതികൾ എങ്ങനെയാണ് ഉപകാരപ്പെട്ടത് എന്നതടക്കം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞതും BJPയുടെ ആത്മവിശ്വാസം കൂട്ടുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാരിൻ്റെ ജനവഞ്ചനക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും ജനങ്ങളെ വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കൽ. 45 കൊല്ലമായിട്ട് തുടരുന്ന വികസനം തുടരാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. 45 വർഷത്തെ വികസനം നടത്തിയിട്ടിപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ, സിറ്റിയിൽ ആഴ്ചയിൽ 2 ദിവസമാണ് വെള്ളം കിട്ടുന്നത്. അപ്പോൾ 2 ദിവസത്തെ വെള്ളം കിട്ടൽ തുടരാൻ വേണ്ടിയിട്ടാണോ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളിൽ ഊന്നിയുള്ള പതിവ് പ്രചരണത്തിനപ്പുറത്തേക്ക് രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന വികസിത നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പ് ജനങ്ങൾ ഏറ്റെടുത്തുവെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.